ഹായ്, സാമ്പാർ വാർഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് റമദാൻ 1 അപ്പം രണ്ടുപേരും നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്, അസറും അസമോളും. കഴിഞ്ഞ പ്രാവശ്യം 4 നോമ്പ് അസമോളും 2 നോമ്പ് അസറും നോറ്റിരുന്നു. അപ്പം ഇന്ന് നോറ്റി. അപ്പം അസറു ഇന്നേ ചിക്കൻ ചില്ലി വേണമെന്ന് അല്ലേ അസറോ? ചില്ലി ചിക്കൻ, തന്നെ ചൈനീസ് ചിക്കൻ ചില്ലി ചിക്കൻ. അപ്പം ഇന്ന് നമ്മളെ പ്രിപ്പറേഷൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പത്തിരി ഉണ്ട് കൂടെ. അസമോക്ക് മുട്ടക്കറി മതി പത്തിരിക്ക്, അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പ് പറ വീഡിയോയിൽ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ചിക്കന് ചില്ലി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുവരും. അപ്പോൾ ഞങ്ങൾ തിന്ന് തുടങ്ങാം. എന്നിട്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കിയ സാധനത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ കേട്ടോ അസുറോ. അപ്പം നിങ്ങൾ കണ്ടുപോയി, ഞങ്ങൾ കഴിക്കണം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ചിക്കൻ എടുക്കുക, ആവശ്യത്തിന് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് കുരുമുളക് ഇടുക, നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അതിടുക, ഒരു നാരങ്ങ പിഴിയുക, അല്ലെങ്കിൽ കുറച്ച് സുറുക്ക് ഒഴിച്ചാലും മതി. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, 2 കോൺഫ്ലവറിൻ്റെ പൊടി 2 സ്പൂൺ ഇടുക, പിന്നെ മൈദപ്പൊടി കുറച്ചിടുക. അതൊക്കെ നിങ്ങളുടെ അളവ് ഒക്കെ നിങ്ങൾ നോക്കുക. കാര്യം വെച്ചാൽ എൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള അളവായിരിക്കും. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ഒഴിച്ച് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതെടുത്ത് വെക്കണം. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മസാലയൊക്കെ തേച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് അടുത്ത പണികൾ തുടങ്ങാം. ഇതിന് വേണ്ടത് സവാള, ക്യാപ്സിക്കം, പിന്നെ സ്പ്രിങ് ഓണിയന്. സവാള നമ്മൾ മുറിക്കുമ്പോൾ ഈ ഒരു സ്ക്വയർ രീതിയിൽ മുറിക്കണം. എന്നിട്ട് ആ ഒരു ഇതായിട്ട് മറ്റേ രീതിയിൽ ബിരിയാണി കട്ട് ചെയ്യുന്ന നമ്മളെ സ്ലൈസ് ആയിട്ടുള്ള രീതിയിൽ വേണ്ട. അതുപോലെ തന്നെ ക്യാപ്സിക്കവും 3 കളറുള്ള ടൈപ്പിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നോ ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. നമുക്കതും ആ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് സ്പ്രിങ് ഒണിയൻ്റെ വേര് ഭാഗം കട്ട് ചെയ്യുക, മറ്റുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് 2 വെക്കുക. വേര് ഭാഗം നമ്മൾ ആദ്യം ഇടും, പിന്നീടാണ് ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മോൾ ഭാഗം ആ ഒരു പച്ച ഭാഗം ഇടുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കുള്ളത് ഒരു വെള്ളത്തിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട്, അതിലും സുർക്ക ആണ് ഇടേണ്ടവർക്ക് ഇടാം. അതിന് പകരം ഞാനിവിടെ നാരങ്ങയാണ് പിഴിഞ്ഞിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിക്കുക, കുറച്ച് മുളക് പൊടി, ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് ഇട്ടാൽ മതി. പിന്നെ നമ്മളെ കെച്ചപ്പ് ഇടുക, മിക്സ് ചെയ്യുക, നല്ല മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലും കുറച്ച് കോൺഫ്ലവർ ഒഴിക്കണം. കുറച്ചും കൂടി അത്യാവശ്യം കോൺഫ്ലവർ ഇടുമ്പോൾ അങ്ങനെ കട്ടക്കട്ടാവാത്ത രീതിയിൽ നമ്മൾ നല്ല മിക്സ് ചെയ്തെടുക്കുക. നല്ല മിക്സ് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഇപ്പം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി, ഇഞ്ചി ഒക്കെ റെഡിയായി. ഇനി നമ്മൾ ആ കായം തേച്ച് വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് നല്ല ഫ്രൈ ചെയ്യുക, ചെറിയ തീയിൽ ഫ്രൈ ചെയ്യുക. കാരണം വെച്ചാൽ ഉള്ളൊക്കെ ശരിക്ക് വേവണം. ഇത് സ്പീഡിലിട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം വേവും, അകം വേവില്ല. അപ്പം അങ്ങനെ വേവിക്കുക. എന്നിട്ട് അത് മാറ്റിക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റ് കുക്കിംഗ് പ്രോസസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതിന് ഞാൻ ഒരു ചട്ടി എടുത്തിട്ട്, ചട്ടിയിലാണ് ഇതിപ്പോൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നത്. സാധാരണ അതിൽ ആവില ഉണ്ടാക്കുക, പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനം അതാണ്. അപ്പോൾ അതെടുത്ത് നല്ല ഓയിൽ ഒഴിച്ച് ചൂടാക്കി, ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക ഇതിന് കേട്ടോ. എന്ന് വെച്ചാൽ ചൈനീസ് വിഭവത്തിൽ കോക്കനട്ട് വെളിച്ചെണ്ണ വല്ലാണ്ട് മാച്ച് ആവില്ല. അപ്പോൾ ഓയിൽ തന്നെ ഉപയോഗിക്കുക. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് സ്പ്രിങ് ഓണിയനാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുന്നുണ്ട്. അങ്ങനെ അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരെ സവാള മുറിച്ച് വെച്ചത് ഇടുക അതിലേക്ക്. അപ്പോൾ സവാള ഒരു കുറച്ച് തിക്കായിട്ട് സ്ക്വയർ കട്ടിലാണല്ലോ ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം നമ്മളത് ഒന്ന് വഴറ്റുക. നല്ല ഫ്ലെയിം കൂട്ടി വെക്കണം. അങ്ങനെയാണ് പറയുന്നത്. ഈ ചൈനീസൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലെയിം കൂട്ടി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ ഒരു 3 അല്ലി മുളകും മുറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം അത് നല്ല ചൂടിൽ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്നു. അതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കവും അത്യാവശ്യം കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല വഴറ്റിയെടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക. അതുപോലെ വെള്ളം കലക്കിയതിലും ഉപ്പുണ്ട്, ചിക്കന് ഫസ്റ്റിൽ മസാല തേച്ചതിലും ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടുക. പിന്നെ നമ്മൾ ആ കലക്കി വെച്ച വെള്ളം ഒഴിക്കുക. അങ്ങനെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ചിക്കനും ഇടുന്നു. ചിക്കൻ ഇട്ട് കഴിഞ്ഞ്
ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നേ ഉള്ളൂ, അധിക നേരമൊന്നും തിളപ്പിക്കുന്നില്ല. ആ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇതിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തി ഒന്ന് തിളപ്പിച്ച് ഒന്ന് മൂടി വെക്കുന്നു. അപ്പം നമ്മുടെ സംഭവം സെറ്റായി. ഇതിൽ കൂടുതൽ ഇനി പ്രിപ്പറേഷൻ ഉള്ളത് ലാസ്റ്റത്തെ ആ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ കുറച്ച് ബാക്കിയുള്ള ഭാഗം കൂടി അതിലിട്ടിട്ട് മിക്സ് ചെയ്യുക. ഫിനിഷ്. ഇതാണ് ചിക്കൻ ചില്ലി എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ചില്ലി ഇങ്ങനെയൊക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഭവം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം സംഭവം ഓക്കെ ആയിരുന്നു, നല്ല പത്തിരിക്കും കുഴപ്പമില്ലായിരുന്നു. ശരിക്കും ഇതിന് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെയാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ആയി കിട്ടിയിരിക്കണ എന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങൾ വിളമ്പി നോമ്പ് ഇറക്കുന്ന കൂടെ കുട്ടികളെ ഫസ്റ്റ് നോമ്പ് റമദാൻ 1 അപ്പോൾ അവർ നോമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്ന് പത്തിരിയും ഇതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. പത്തിരിക്കും കുഴപ്പമില്ല കേട്ടോ, നല്ല കോമ്പിനേഷനൊക്കെ തന്നെയാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു, നമ്മുടെ ചക്രമത്തനുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ നമ്മുടെ നോമ്പുറൊക്കെ ആവശ്യമുള്ള ചക്രമത്തനും പഴംപൊരിയൊക്കെ ഇല്ലാതെ ഫസ്റ്റ് നോമ്പുറ അത് പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. നോമ്പ് പോയിട്ട് ക്ഷീണിച്ചിരിക്കണം അസറും അസമൂളൊക്കെ. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കലും നോമ്പറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പരീക്ഷണമായിരുന്നു നമ്മുടെ ചിക്കൻ ചില്ലി. എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ? സംഭവം ടേസ്റ്റി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വലിയ ഡയലോഗ് അടിച്ച മോന് അവന് വായിൽ വെച്ചിട്ട് എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. ടേസ്റ്റിൻ്റെ കുഴപ്പമില്ല കേട്ടോ, അവർക്ക് ചിക്കൻ ഡ്രൈ ആയിട്ടുള്ള ടൈപ്പാണല്ലോ വേണ്ടി വരിക കുട്ടികൾക്ക്. അപ്പോൾ അവന് ഉദ്ദേശിച്ചതും അതായിരുന്നു തോന്നുന്നത്. അപ്പോൾ ചിക്കൻ ചില്ലി ചൈനീസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ചിക്കൻ ചില്ലി ഡ്രൈ ടൈപ്പാണ് ചിലപ്പം അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് നമുക്ക് പിന്നെ പരീക്ഷിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യം നോമ്പുറയുടെ ഡിഷായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സംഭവം പരീക്ഷിച്ച് നോക്കുക. സംഭവം എല്ലാവർക്കും അറിയാവുന്ന ഡിഷാണ്, എല്ലാവരും ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളേ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.